Hi dears, welcome to Cook with Jewel. റാണി ജി ഉണ്ട് എന്നോടൊപ്പം. റാണി ജി നമുക്ക് വേണ്ടിയിട്ട് ക്രിസ്മസിന് ഒരു ക്രിസ്മസ് പഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ക്രിസ്മസ് പഞ്ച് എന്താണെന്ന് വിചാരിക്കൂലേ, ജ്യൂസാണ്, പക്ഷെ അത് സോഡയൊക്കെ വെച്ച് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇത് നമ്മുടെ പൊമോഗ്രാനറ്റ് ഇല്ലേ, അതായത് മാതള നാരങ്ങയും റോസ്മേരി ഓക്കെ, അത് ഒരു ഹെർബാണ്, ഇറ്റാലിയൻ ഹെർബാണ്. നമുക്ക് ഇവിടെ വാങ്ങാനൊക്കെ കിട്ടും. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഇട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു സ്മെല്ലും എല്ലാം കൂടെ നല്ലതാണ്. അപ്പോൾ പൊമോഗ്രാനേറ്റ് റോസ്മേരി ക്രിസ്മസ് പഞ്ചാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. Am I right? Yeah. Okay. What's the specialty of this drink? First of all, during Christmas season, sometimes everybody doesn't prepare wine previously. So if you're having dinner today night, so in the morning itself you can prepare it and keep it, and you add soda in a beautiful bowl and serve it. So it's very delicious also, and it's having that Christmas taste also. Okay. അപ്പോൾ നമ്മൾ ക്രിസ്മസ് വൈൻ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് കൊടുത്താലും മതി എന്ന് പറയുന്നത്. പക്ഷേ ഇത് നോൺ ആൽക്കഹോളിക് ആണ് കേട്ടോ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും നമുക്ക് അത്യാവശ്യം മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. പൊമോഗ്രാനേറ്റ് ജ്യൂസ് ആണ് കേട്ടോ. മാതള നാരങ്ങ ഒരു 3 എണ്ണത്തിൻ്റെ നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്ത ജ്യൂസാണിത്. ആൻഡ് ഇത് ബ്രൗൺ ഷുഗർ ആണ്. ബ്രൗൺ ഷുഗർ ഹാഫ് കപ്പ് 1:2. ഓക്കെ, ഹാഫ് കപ്പ് ബ്രൗൺ ഷുഗർ ആണ്. പിന്നെ ഇതാണ് നമ്മുടെ താരം റോസ്മേരി എന്ന് പറയുന്നത്. റോസ്മേരി ഇത്രയൊന്നും വേണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതി. ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇത് നമുക്കിവിടെ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇനി അഥവാ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി അതർ തിങ് Substitute for this is flavored with this. ഇതാണ് ഇതിന്റെ ഫ്ലേവർ. Even if without this you make it, it's okay because cinnamon is there, so it will give a good taste. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇത് ഇടുവാണെങ്കിൽ നല്ലതാണെന്നാണ് റാണിജി പറയുന്നത്. അത് കഴിഞ്ഞ് വേണ്ടത് ഇതേ ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഓറഞ്ചിൻ്റെ ഈ പീൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് കറുകപ്പട്ട വരുന്നുണ്ട് ഇവിടെ. കറുകപ്പട്ട ഉണ്ട്. കറുകപ്പട്ട കുറച്ചിടണം, അതിൻ്റെ കറുകപ്പട്ട പൊടി. പിന്നെ ഇത് ലീവ്സും നമ്മുടെ ഗ്രാമ്പും പിന്നെ എല്ലാം ഉണ്ട്. നമ്മുടെ മസാലയുടെ കൂട്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രിങ്കിന് വേണ്ടത് അല്ലേ. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ പൊമോഗ്രാനേറ്റ് ജ്യൂസ്, മാതള നാരങ്ങയുടെ ജ്യൂസ് 3 എണ്ണം എടുത്തിട്ട് 3 എണ്ണത്തിൻ്റെ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അത് ഏകദേശം അത് എന്തുമാത്രം ഉണ്ട്? ടോട്ടൽ കപ്പ് 1 കപ്പ്. അതായത് നമ്മുടെ സാധാരണ നമ്മൾ എടുക്കുന്ന ഈ ഒരു 1 കപ്പ് മെഷർമെൻറ്റിലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് സ്റ്റൗവിൽ നല്ലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സാധാ ഷുഗർ, plain sugar. If you want to make less sugar also, no problem. You can add like that also. If somebody doesn't like too much sugar, don't add much. Brown sugar how much? Half cup brown sugar ആണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. I'm putting little less. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വൈറ്റ് ഷുഗർ ആയാലും കുഴപ്പമില്ല. പിന്നെ മധുരത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൂട്ടി കുറച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് റോസ്മേരി ലീവ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇതിന് കണ്ടോ, നല്ലൊരു സ്മെല്ലാണ്. നമ്മൾ സാധാരണ ചില ബ്രെഡുകളും ഒക്കെ വാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത് അത്ര വലിയ ഫെമിലിയർ അല്ല, നമ്മൾ യൂസ് ചെയ്യാറില്ല. പക്ഷെ ചിലരൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഓറഞ്ച് ഇടാൻ പോകുന്നത്, പക്ഷെ ഓറഞ്ച് അല്ല കേട്ടോ. ഇത് ഓറഞ്ചിൻ്റെ ആ ഒരു പീലില്ലേ, ആ പീലാണ്. ഇത്രയും തന്നെ ആ ഒരു ഒറ്റ ഓറഞ്ചിൻ്റെ ഫുൾ തൊലി ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. നമുക്കറിയാം കേക്കിലൊക്കെ ഓറഞ്ചിൻ്റെ ഇതിടുമ്പോൾ നല്ല ഫ്ലേവറാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇത് നല്ല ഫ്ലേവറായിരിക്കും അല്ലേ. കഴിഞ്ഞ് ഇതിലേക്ക് നമ്മുടെ ലീവ്സ് ഒരെണ്ണം ഇട്ട് കൊടുക്കാം, മസാല ലീവ്സ്. അതുപോലെ തന്നെ ഗ്രാമ്പൂ, പട്ട പൊടിച്ചതാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ച് വീതം ഇതെല്ലാം ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഒരു 1-2 എണ്ണം വീതം. അതുപോലെ കുറച്ച് നമ്മുടെ കറുകപ്പട്ടയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കറുകപ്പട്ടയുടെ പൊടി ഇല്ലാത്തവർക്ക് നമുക്ക് ആ പട്ട ഒരു പീസ് ഇട്ട് കൊടുത്താലും മതി. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അല്ലേ. ഇനിയാണ് സ്റ്റൗ ഓൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ ആദ്യം സ്റ്റൗ ഓൺ ചെയ്തു എന്ന് പറഞ്ഞു. ഇനിയാണ് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ബോയിൽ ആവണം. നന്നായിട്ട് തിളച്ച് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി ഇത്
നല്ലതുപോലെ ഇങ്ങനെ തിളച്ച് വരണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും, അതായത് റോസ്മേരിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് തൊലിയുടെയും എല്ലാം ഇതിനകത്തേക്ക് ഇറങ്ങണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും മണമൊക്കെ വരിക. അപ്പോൾ നമ്മൾ വൈനിന് പകരമാണ്, പക്ഷേ അത്രയും കിക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. See the fragrance also. You see, Joel? Be careful. വാവ്, നല്ല സ്മെല്ലുണ്ട്. ഞാൻ ഇങ്ങനെ ഒന്ന് മണത്ത് നോക്കി, നല്ല സ്മെല്ലാണ് വരുന്നത്. നമുക്കൊരു 5-10 മിനിറ്റ്സ് ബോയിൽ ചെയ്യാം അല്ലേ? സ്ലോ ചെയ്യാം. ഓക്കെ, നമുക്ക് കുറേ നേരം ഇതൊന്ന് ഒരു 5-10 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്ത് ഇതിന് നല്ല മണമൊക്കെ വരുമ്പോൾ നമുക്കൊരു ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കാം കേട്ടോ. ലോയിലിടാം. ഓക്കെ, നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്നും പോവാതെ. കുറച്ചേക്ക് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് അതൊന്ന് ആവട്ടെ ഒരു 5 മിനിറ്റ്സ് നല്ലതുപോലെ തിളച്ച ശേഷം നമുക്കത് ഓഫ് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് അതിൻ്റെ ഒരു ചൂട് ആറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമുക്കിനി അത് ഒന്ന് കൂളാക്കാനായിട്ട് വെക്കാം കേട്ടോ. കാരണം ഇപ്പം നല്ല ഹോട്ടായത്, അത് നല്ല ഒരു ചില്ലായിട്ട് വരുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ ആയോ? Yeah, it's ready now. Okay. So we'll strain it and ready to serve. Okay. So this is like a decoction. Okay. So we'll strain it in this. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ജ്യൂസ് ഇപ്പോൾ നമ്മുടെ ഐസ് ക്യൂബ്സിലേക്കാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്. Okay, and then for some garnish, because it's a Christmas drink, okay, just put in some pomegranates too. Pomegranateും അതുപോലെ തന്നെ ഇവിടെ നല്ല സ്ട്രോബെറി ഒക്കെ വെച്ചിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാനായിട്ട്. And then we have this സോഡ, നോ? Yeah. Okay, ഇതിലേക്ക് കുറച്ച് സോഡയും കൂടെയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. Yeah. That's it. Okay. And then just for garnish you have this rosemary over here, this way. ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് റോസ്മേരിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ റോസ്മേരി വെച്ചാണ് ബോയിൽ ചെയ്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് റോസ്മേരിയും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. You serve it like this on the table. Okay. And then you can serve the drink like this. Some ice. That's it. This is your service. And just one sprig of this small one. Like this. Yeah, it's ready to have. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് ക്രിസ്മസ് പഞ്ച് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. റോസ്മേരിയുടെ ആണ് ആ ഒരു സ്മെല്ല് ഫുൾ. അപ്പോൾ ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? യെസ്, അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് പഞ്ചാണ്. റോസ്മേരിയും അതുപോലെ തന്നെ എന്തായിരുന്നു നമ്മുടെ പൊമോഗ്രാനറ്റ് റോസ്മേരി ക്രിസ്മസ് പഞ്ചാണ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ഫ്ലേവറാണ് കേട്ടോ. ആ റോസ്മേരിയുടെ ഒരു ഫ്ലേവർ, പിന്നെ നമ്മുടെ ഓറഞ്ച് പീൽ നമ്മൾ ഇട്ടതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്. സൂപ്പറായിട്ടുണ്ട്. സോഡയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല മിക്സ്, സൂപ്പർ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് അത് നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് ചേർക്കാം. ഇപ്പോൾ റോസ്മേരി ഇല്ലെങ്കിൽ വേണ്ട, വിട്ടേക്ക്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പൊമോഗ്രാനറ്റും അതുപോലെ തന്നെ ഓറഞ്ച് പീലും എല്ലാം വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ നെക്സ്റ്റ് ഇതുപോലുള്ള സൂപ്പർ റെസിപ്പീസ് ആയിട്ട് റാണിജിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ്. ബൈ.